ആയുധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ വളർന്നു വരുന്ന മഹാശക്തിയാണ്. ഇന്ത്യയുടെ കയ്യൊപ്പ് ചാർത്തിയ ആയുധങ്ങളുടെ വരവിനായി അന്താരാഷ്ട്ര വിപണി കാത്തിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ ആയുധങ്ങൾക്ക് വിപണികളിലുള്ള പ്രിയം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ വിവിധ പടക്കോപ്പുകളേക്കാൾ കരുത്തും ദൃഢതയും ഉള്ളതാണ് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ. സംഘർഷകാലത്ത് അത് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. അത്തരത്തിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന വെളിപ്പെടുത്തലാണ് DRDO മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് കഴിഞ്ഞ ദിവസം സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ആവനാഴിയിലേക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആയുധങ്ങൾ കൂടി കടന്നുവരും. ഹൈപ്പർസോണിക് മിസൈലുകൾ മുതൽ 5ാം തലമുറ യുദ്ധവിമാനം വരെയുള്ളവയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. കരയിലും കടലിലും ആകാശത്തും ഇന്ത്യയുടെ ആക്രമണ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് ആയുധ ശേഖരണത്തിലേക്ക് വരാൻ പോകുന്ന പുതിയ അംഗങ്ങൾ. അതിൽ സുപ്രധാനമാണ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ മിസൈലുകൾ. ഇന്ത്യയും റഷ്യയും സംയുക്ത സംരംഭമായി വികസിപ്പിച്ച ആയുധമാണ് ബ്രഹ്മോസ് മിസൈലുകൾ. കര, നാവിക, വ്യോമസേനകൾ ഈ മിസൈലിന്റെ വിവിധ വകഭേദങ്ങൾ ഉപയോഗിക്കുന്നു. യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ വകഭേദം വരെ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ റഷ്യൻ നിർമ്മിത Su-30 MKI യുദ്ധവിമാനങ്ങൾക്ക് മാത്രമേ ബ്രഹ്മോസിനെ വഹിക്കാനുള്ള ശേഷിയുള്ളൂ. എന്നാൽ തൽസ്ഥിതിക്ക് മാറ്റം കൊണ്ടുവരാനാണ് DRDO ലക്ഷ്യം വെക്കുന്നത്. വ്യോമസേനയുടെ മറ്റ് യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കാനാവുന്ന തരത്തിലുള്ള ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പിനുള്ള ഗവേഷണത്തിലാണ് DRDO. ബ്രഹ്മോസ് NG എന്നാണ് പുതിയ വകഭേദത്തിന്റെ പേര്. മുൻ മാതൃകകളെ താരതമ്യം ചെയ്യുമ്പോൾ ഭാരം കുറഞ്ഞതും ചെറുതുമാണ് ബ്രഹ്മോസ് NG. ബ്രഹ്മോസ് NG എത്തുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനിയായി ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന്റെയും നിർമ്മാണ പ്രവർത്തികളും ഇതിനോടകം പുരോഗമിക്കുകയാണ്. ഗ്ലൈഡ് വെഹിക്കിൾ പദ്ധതിയുടെ പരീക്ഷണം 2-3 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ കാമത്ത് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഇത് സൈന്യത്തിന്റെ ഭാഗമാകും. ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിനായുള്ള സ്ക്രാംജെറ്റ് പ്രൊപ്പൽഷൻ ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്തിയാക്കി. പൂർണ്ണതോതിലുള്ള പരീക്ഷണത്തിന് സർക്കാർ അനുമതി കാത്തിരിക്കുകയാണ്. അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ 5-7 വർഷത്തിനുള്ളിൽ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സൈന്യത്തിന്റെ ഭാഗമാകും. ലിസ്റ്റിലെ മറ്റൊരു താരമാണ് വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന അസ്ത്ര മിസൈലിന്റെ പുതിയ വകഭേദം. ഇതിനോടകം തന്നെ അസ്ത്ര മാർക്ക് 1 സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. കൂടുതൽ ദൂരപരിധി കൈവരിക്കാൻ സാധിക്കുന്ന മാർക്ക് 2, മാർക്ക് 3 എന്നിവ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഭൗമോപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന രുദ്രം മിസൈൽ ശ്രേണിയുടെ രൂപീകരണവും DRDO നടത്തിവരികയാണ്. രുദ്രം 2, രുദ്രം 3, രുദ്രം 4 എന്നിവ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് എന്നും DRDO മേധാവി അറിയിക്കുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യയുടെ അഭിമാനമായിരുന്നു S-400. കുശ പദ്ധതിക്ക് കീഴിൽ S-400ന് തുല്യമായ ദീർഘദൂര സർഫേസ് ടു എയർ മിസൈലുകൾ ഇന്ത്യ വികസിപ്പിക്കുകയാണ്. സുദർശൻ ചക്ര എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ ശേഷിയുള്ള ലേസറുകളും മൈക്രോവേവ് തരംഗങ്ങളും ഉപയോഗിച്ചുള്ള ഡയറക്റ്റ് എനർജി വെപ്പൺസും DRDO വികസിപ്പിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ഒരു മൊബൈൽ പതിപ്പിലേക്ക് മാറ്റുന്നു എന്നതാണ്. കഴിഞ്ഞ വർഷം 814 ട്രക്ക് ഘടിപ്പിച്ച 155 mm കാലിബർ ടോവ്ഡ് ഗൺ സംവിധാനങ്ങൾക്കുള്ള ഒരു നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. ഏകദേശം 15,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമെ ടാറ്റ, L&T, ഭാരത് ഫോർഡ്, മഹീന്ദ്ര ഡിഫൻസ് തുടങ്ങിയ സ്വകാര്യ സ്ഥാപനങ്ങളെയും പങ്കാളിത്തത്തിനായി സമീപിച്ചിട്ടുണ്ട്. ഇന്ത്യ ചൈന അതിർത്തിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വിന്യസിക്കുന്നതിനായി L&Tയുമായി സഹകരിച്ച് നിർമ്മിച്ച 25 ടൺ ഭാരമുള്ള ലേക്ക് ടാങ്ക് പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഡോക്ടർ കാമത്ത് അഭിമുഖത്തിൽ പങ്കുവച്ചു. സരോവർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടാങ്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ നാവികസേനയ്ക്കും ആഹ്ലാദിക്കാനുള്ള വക DRDO മേധാവി അഭിമുഖത്തിൽ പറയുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ടോർപിഡോകൾ, നാവിക മൈനുകൾ, മറ്റ് അന്തർവാഹിനി യുദ്ധ സാങ്കേതിക വിദ്യകൾ എന്നിവ DRDO വികസിപ്പിക്കും.
ഇവയിൽ പലതും വളരെ പെട്ടെന്ന് തന്നെ സേനയുടെ ഭാഗമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2024 അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിന് ഔദ്യോഗിക അനുമതി ലഭിച്ചിരുന്നു. DRDOയിൽ ഒരുങ്ങുന്ന ഇവ ചൈന പാകിസ്ഥാന് നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകളുള്ള 40J-35 സ്റ്റെൽത്ത് വിമാനങ്ങൾക്കുള്ള ഇന്ത്യയുടെ മറുപടിയായിരിക്കും. 2035ഓടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പൂർത്തിയാകുമെന്ന് മുൻപ് ഒരു അഭിമുഖത്തിൽ ഡോക്ടർ കാമത്ത് പറഞ്ഞിരുന്നു. എന്തായാലും പുതിയ അംഗങ്ങൾ കൂടി എത്തുന്നതോടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് 10 മടങ്ങ് വർദ്ധിക്കും.